നേഷൻ ഫസ്റ്റ് ചാനലിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഇടത് ചിന്തകൻ ശ്രീ ഷാജി പാണ്ഡ്യാലയാണ്. ഷാജിയേട്ടാ നമസ്കാരം. നമസ്കാരം. ഷാജിയേട്ടാ, ഇപ്പോൾ ആലപ്പുഴയിൽ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ മത്സരിക്കുമ്പോൾ ഇന്ന് എം.വി. ഗോവിന്ദൻ പാർട്ടിക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം പാർട്ടിയുടെ കേഡറുകളുടെ വോട്ട് ചോർച്ച ഉണ്ടാകരുത്, അമ്പലപ്പുഴയിൽ കേഡർ വോട്ട് ചോരരുത്, സുധാകരനെ എന്ത് വില കൊടുത്തും തോൽപ്പിക്കണം. സുധാകരനെ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അവരുടെ തന്നെ യുവനേതാവ് ആലപ്പുഴയിലെ DYFIയുടെ ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ എന്ന് പറഞ്ഞ് ഒരു യുവാവ് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ, ജെയിംസ് സാമുവലിനെതിരെ ബഹുമാനപ്പെട്ട ജി സുധാകരൻ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്, സജി ചെറിയാൻ എന്ന മണൽ കച്ചവടക്കാരൻ, ഭൂമാഫിയക്കാരൻ, ആ ഭൂമാഫിയക്കാരൻ്റെ കച്ചവടം നടത്തിക്കൊടുക്കുന്ന ഒരാളാണ്, ഒരു കയ്യാളാണ് ജെയിംസ് സാമുവൽ. ജെയിംസ് സാമുവലിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് സജി ചെറിയാനാണ് എന്നാണ്. പാർട്ടിയെ ആലപ്പുഴയിൽ നിന്ന് ഇത്രയധികം നശിപ്പിച്ചത്, ക്രിമിനലിസം പാർട്ടിയിൽ വളർത്തിയത് സജി ചെറിയാൻ എന്നാണ്. ചേട്ടാ, ഇപ്പോൾ എം.വി. ഗോവിന്ദൻ ഇപ്പോൾ അവിടെ പാർട്ടി ഓഫീസിൽ അല്ലെങ്കിൽ ആലപ്പുഴയിൽ വന്നിട്ട് പറഞ്ഞത് കേഡർ വോട്ട് ചോരരുതെന്ന്. CPM വല്ലാതെ കണ്ട് ഭയപ്പെടുന്നു അല്ലെ? ജി സുധാകരൻ്റെ നാവിൻ തുമ്പത്ത് ഇനിയും പല രഹസ്യങ്ങളും പാർട്ടിയുടേത് വിളിച്ചു പറയുമോ എന്നുള്ളത് പേടിക്കുകയും ചെയ്യുന്നു. എന്താ ചേട്ടന് തോന്നുന്നത്? ഇങ്ങനെ ഈ ഒരു അവസ്ഥ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നാളിതുവരെ ഇല്ലാത്തതല്ലേ? തീർച്ചയായും അത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയമാണിത്. കാരണം ആലപ്പുഴയിൽ, ഇപ്പൊ അമ്പലപ്പുഴയിൽ പിന്നെ സഖാവ് ജി സുധാകരൻ, പയ്യന്നൂരിൽ സഖാവ് KV കുഞ്ഞികൃഷ്ണൻ, പിന്നെ TK ഗോവിന്ദൻ മാസ്റ്റർ, ഇവിടെ തളിപ്പറമ്പ്, ഇത് മൂന്നാണ് നമ്മുടെ സമകാലീന കേരളത്തിനകത്ത്, വർത്തമാനകാല കേരളത്തിനകത്ത് CPIM-നകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന വലിയ പിന്നെ ഭൂകമ്പങ്ങൾക്ക് സമാനമായിരിക്കുന്ന വിസ്ഫോടനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നതിനെ ആശ്രയിച്ചാണ്, അല്ലെങ്കിൽ അത്തരം ഒരു അന്വേഷണത്തിൽ നിന്നാണ് ശരിക്ക് കേഡർ വോട്ടുകൾ ചോർന്നു പോകരുത് എന്ന ഒരു മുന്നറിയിപ്പ് വാസ്തവത്തിൽ ഗോവിന്ദന് നൽകേണ്ടി വന്നു. ഇപ്പൊ കേഡർ വോട്ട് ചോരുമെന്ന് കൃത്യമായി ബോധ്യമുള്ള ഒരാളാണ് സത്യത്തിൽ ആരെന്ന് പറഞ്ഞാൽ ഈ M.V. ഗോവിന്ദൻ. എന്തുകൊണ്ടാണ് കേഡർ വോട്ട് ചോരുന്നത്? ഇതാണ് രണ്ടാമത് വരുന്ന ചോദ്യം. ഈ ചോദ്യത്തിനുണ്ടായിരിക്കുന്ന ഒരു ഉത്തരം നമ്മൾ അന്വേഷിക്കുമ്പോൾ സത്യത്തിൽ നാം കാണേണ്ടത്, നമ്മൾ തിരിച്ചറിയുന്ന ഏറ്റവും പരമമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞാൽ, പാർട്ടിക്കകത്ത് ഒരാൾ പാർട്ടി മെമ്പറായി കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ കളവ് പറയാൻ പാടില്ല. ഇത് പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ജീവരേഖയാണ് ഈ സാധനം. പാർട്ടിക്കകത്ത് പാർട്ടി മെമ്പർഷിപ്പിലേക്ക് നിങ്ങൾ വരുന്നതോടെ പാർട്ടി മെമ്പറും പാർട്ടിയുടെ പരമാധികാരിയായിരിക്കുന്ന പാർട്ടി സെക്രട്ടറിയും ഒരിക്കൽ പോലും പാർട്ടി കമ്മിറ്റികൾക്കകത്ത് കളവ് പറയാൻ പാടില്ല. പാർട്ടിക്ക് പുറത്ത് ചിലപ്പോൾ നിങ്ങൾ കളവ് പറയായിരിക്കും. അങ്ങനെ പല കളവും ചിലപ്പോൾ പല ഘട്ടങ്ങളിലായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ വിഷയമാണ്. പക്ഷെ ആ പറഞ്ഞിരിക്കുന്ന കളവുകൾ പോലും പിന്നീട് എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുജനം അംഗീകരിക്കുന്ന ഒരവസ്ഥ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാവിൽ നിന്ന് വരുമ്പോൾ പൊതുജനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതാണ് അവിടെ വരുന്ന ഏറ്റവും വലിയൊരു സ്വീകാര്യത. പക്ഷെ ഇന്നിപ്പോൾ വന്ന് എന്തായി എന്ന് പറഞ്ഞാൽ, പാർട്ടി കമ്മിറ്റികൾക്കകത്ത് സമ്പൂർണ്ണമായും കളവ് പറയുന്ന ഒരു പ്രക്രിയ ഈ പാർട്ടി കമ്മിറ്റിയിൽ ഉണ്ടാകുന്നു. ഇതെപ്പോൾ മുതലാണ് ഇത് ആരംഭിച്ചത്? മുൻകാലങ്ങളിലെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ച് 1964 ഉണ്ടായി. ദീർഘകാലത്തിന് ശേഷം ഈ ദീർഘകാലയളവ് വരെയും ഈ പാർട്ടിക്കകത്ത് ഈ തരത്തിലുണ്ടാക്കുന്ന ഒരു പ്രതിസന്ധിയും ആ പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല. പ്രത്യയശാസ്ത്രപരമായ വിഷയങ്ങളുടെ മേലെ കീരി ബാബു പോലെ ചിലപ്പോൾ തർക്കം ഉണ്ടായിട്ടുണ്ടാവാം, അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചതിലെല്ലാം ഉണ്ടാവാം. പക്ഷേ പാർട്ടി മെമ്പർമാരുടെ ആത്മവീര്യത്തെ ചോർത്തിക്കളയുന്ന രീതിയിൽ പാർട്ടിക്കകത്ത് കളവ് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ടാവുകയും ആ കളവ് കമ്മിറ്റിയിൽ പറയുകയും ചെയ്യുന്ന ഒരു രീതി വരികയും ചെയ്തതോടെയാണ് പാർട്ടി മെമ്പർമാർ എന്തായി തീർന്നത്? പാർട്ടിക്കകത്ത് നിന്ന് സലാം പറയുകയോ അല്ലെങ്കിൽ പാർട്ടിയോട് വിയോജിക്കാനോ ആരംഭിക്കുന്നത്. ഈ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് വാസ്തവത്തിൽ പിന്നെ ജി സുധാകരൻ വരുന്നു, PV കുഞ്ഞികൃഷ്ണൻ വരുന്നു, അതോടൊപ്പം തന്നെ ഗോവിന്ദൻ, പിന്നെ തളിപ്പറമ്പ് TK ഗോവിന്ദനും വരുന്നു. ഇതാണ് ഇതിൽ ഏറ്റവും ബേസിക് ആയിരിക്കുന്ന വിഷയം. ഈ വിഷയത്തിന് കാരണഭൂതൻ ആര് എന്നതാണ് ചോദ്യം. ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഈ കേരളത്തിലെ മുൻ പാർട്ടി സെക്രട്ടറിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന ആൾ പാർട്ടിക്കകത്ത് അധികാരം സ്ഥാപിച്ചതോടുകൂടിയാണ് പാർട്ടിക്കകത്ത് കളവ് പറയുക എന്നൊരു പ്രക്രിയ ആരംഭിക്കുന്നത്. ഇത് വെറുതെ നിങ്ങൾ വിചാരിക്കും ഞാനിങ്ങനെ സ്ഥിരമായി പറയുന്ന ഒരാളെ ആക്ഷേപിക്കാൻ മാത്രമായി ഉന്നയിക്കുന്ന വാദമുഖങ്ങളുമായി വരുന്ന ഒരാളാണ് എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് അയ്യപ്പദാസിന് തോന്നിയേക്കാം. പക്ഷെ ഞാൻ ഉന്നയിക്കുന്ന വിഷയം ഇതാണ്. ഇത് ആരംഭം കുറിക്കുന്നത് ഇവിടെ വെച്ചാണ്, ലാവ്ലിൻ കേസോട് കൂടിയിട്ടാണ്.
ഈ ലാവ്ലിൻ കേസിനകത്ത് ഈ പറയുന്ന കളവ് ചെയ്ത് സംഭവിച്ചതോടെ എന്തായിത്തീർന്നു? പാർട്ടി കമ്മിറ്റിക്കകത്ത് കളവ് പറയുക അതിന് പ്രക്രിയ ആരംഭിക്കുകയാണ്. ഈ ആരംഭത്തിന്റെ ഏറ്റവും പ്രത്യക്ഷമായിരിക്കുന്ന ഒരു ഉദാഹരണം പറയാം. ഡീറ്റെയിൽസ് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ലാവ്ലിൻ കേസിൽ നിന്ന് ആദ്യം ലഭിച്ചിരിക്കുന്ന തുക, അതിലെ ഒരു പോർഷൻ ചെലവഴിച്ചത് ആർക്കാണെന്ന് അറിയാമോ? ഡൽഹിയിൽ AKG സെന്റർ പണിയുമ്പോൾ അതിലേക്കാണ് ഈ വിജയൻ ഒരു തുക സംഭാവന ചെയ്തതായിട്ടുള്ളത്. ഒരു പണം അവിടത്തേക്കാണ് കൊടുത്തത്. ഇത് കൊടുക്കുകയും അതോടൊപ്പം അതിനെ സുർജിത്തത് വാങ്ങുകയും ചെയ്തതോടുകൂടി എന്തായി തീർന്നു? പാർട്ടി സംസ്ഥാന സെക്രട്ടറി തൊട്ട് പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി അവർ എന്താക്കി തീർത്തു? കളവ് പറയാനും ആ കളവിനനുസരിച്ച് കളവ് ചെയ്യാനും നിങ്ങൾക്ക് എന്താ പറയുക, പാർട്ടി കമ്മിറ്റിക്ക് ഒരു ഔദ്യോഗികമായിരിക്കുന്ന അംഗീകാരമാണ് നൽകിയത്. ഇന്നും അതിന്റെ വസ്തുത എന്താണ്, അതിനെക്കുറിച്ചുള്ള കേസ് എന്തായി നമുക്ക് ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും നമുക്കറിയില്ല. രണ്ടാമതായിട്ടൊരു ഉദാഹരണം, ഇതിനേക്കാൾ മാരകമായിരിക്കുന്ന ഉദാഹരണം വരുന്നത് എവിടെയാണ്? ഇയാൾ പാർട്ടി സെക്രട്ടറിയായി ഇരിക്കവേ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു വലിയൊരു ക്രൈം ചെയ്തത്. ആ ക്രൈം എന്താണ്? AKG സെന്ററിന്റെ അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് AKG സെന്ററിന്റെ അഡ്രസ് കൊടുക്കുന്നു. ഏത് പാർട്ടി ഘടകത്തിനകത്ത് ഏത് കമ്മിറ്റിയിൽ ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം ഇയാൾ എടുത്തത്? എത്ര പാർട്ടി മെമ്പർമാർ ഇതിനെതിരെ പാർട്ടി കമ്മിറ്റിക്കകത്ത് ചോദ്യം ഉന്നയിച്ചു? ഒരാൾ പോലും ചോദ്യം ഉന്നയിച്ചില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയണം. ഞാൻ ഉന്നയിച്ചിരുന്നു പറയണം. പക്ഷേ ഈ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കകത്ത് ചോദ്യം ഉന്നയിച്ചിരിക്കുന്ന ഒരാളാണ് ഈ സുധാകരൻ എന്നാണ് അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ പറയുന്ന ചില രീതികളിൽ നിന്നും വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. മറ്റവരാരും തന്നെ ഈ TK ഗോവിന്ദനെ പോലെ ആളുകൾ തന്നെ പൂർണ്ണമായും ഈ മുഖ്യമന്ത്രിയുടെ പക്ഷക്കാരനായി നിന്നുകൊണ്ട് പാർട്ടിക്കകത്ത് നിൽക്കുന്ന ആളാണ്. എന്നാൽ പയ്യന്നൂരിലെ PV കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ അതായിരുന്നില്ല. പരസ്യമായി ആദ്യം പാർട്ടി കമ്മിറ്റിക്കകത്ത് ഏതാണ്ട് 3-4 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ പാർട്ടി കമ്മിറ്റിക്ക് ധനരാജ് കൊലക്കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന വലിയ അഴിമതി നടക്കുന്നുണ്ട് എന്ന ഗുരുതരമായിരിക്കുന്ന ആരോപണം സഖാവ് PV കുഞ്ഞികൃഷ്ണൻ പാർട്ടി DC ഉണ്ടാക്കിയാണിത്. അപ്പോഴും ചെയ്തിരിക്കുന്ന പണി എന്താണ്? അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി അതിനകത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് അയാളെ പ്രൊട്ടക്ട് ചെയ്യുക മാത്രമല്ല ചെയ്തത്, TI മസൂദിനെ സംരക്ഷിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ചത് ചെയ്തു രണ്ടാം തവണയും അയാളെ സ്ഥാനാർത്ഥിയാക്കുന്നതും അയാളെ മാത്രമേ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കൂ എന്ന് ശാഠ്യം പിടിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസിംഗ് പാർട്ടിക്കകത്ത് വന്നതോട് വരാനുണ്ടായ കാരണം എന്താണ്? ഇതിനെല്ലാം ഉത്തരവാദി ആരാണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ചങ്ങാതി മാത്രമാണ്. മറ്റാരാണ് ഈ പറയുന്ന സാധനം ചെയ്തത്? ഒരാളും ഈ പറയുന്ന സാധനം ചെയ്തില്ല. അതുകൊണ്ട് ലാവ്ലിൻ കേസ് വന്നപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ, അന്ന് ഓൾ കേരള അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു പ്രചാരണ ജാഥ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു ജാഥ. ആ ജാഥയുടെ വഴിമധ്യേ വെച്ചാണ് ലാവ്ലിൻ കേസിന്റെ പോലെ ഒരു CBI ഒരു കേസ് അന്വേഷിക്കുന്നു എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടായിത്തീരുന്നത്. വർഷം എത്രയായി? ഇന്നേ വരെ അത് എവിടെയെങ്കിലും എത്തിയോ? ഒരു സ്ഥലത്ത് പോലും എത്തിയില്ല എന്ന് മാത്രമല്ല, സമ്പൂർണ്ണ സുരക്ഷിതനായി ഒരു വലതുപക്ഷ സെൻട്രലിലെ ഒരു വലതുപക്ഷ ഗവൺമെന്റിന്റെ സമ്പൂർണ്ണ സുരക്ഷിതത്വത്തിന് കീഴിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പെരും കൊള്ള നടത്തിയിട്ട് പോലും അയാൾ സംരക്ഷിതനായി ഈ കേരളത്തിൽ ജീവിക്കുകയും അയാൾ CPM-ന്റെ നേതാവാണെന്ന് സ്വയം മേനിയെടുത്ത് നടക്കുകയും ചെയ്ത ചിത്രവും ഉണ്ടായി. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് പോടാപുല്ലേ CBI എന്ന EP ജയരാജന്റെ കുപ്രസിദ്ധമായിരിക്കുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായത്. അതായത് പാർട്ടി കമ്മിറ്റിക്കകത്ത് ഒരാൾ പോലും എന്ത് പറയാൻ പാടില്ല, സത്യം പറയാൻ പാടില്ല എന്ന് പറയാവുന്ന ഒരു പൊതുധാരണക്ക് EP ജയരാജൻ പരസ്യമായ അംഗീകാരം നൽകുകയും അത് ഈ പറയുന്ന അന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ പേരിൽ എന്തായി തീരുകയും അത് ബ്രാൻഡ് ചെയ്യപ്പെടുകയും ചെയ്തു. ഇതാണ് വാസ്തവത്തിൽ ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും തന്നെ കഴിയില്ലാതെ ഒരു തരത്തിലുള്ള ഒരു വിഷയത്തെയും നമുക്ക് സമീപിക്കാൻ സാധ്യമല്ലാതിരിക്കുന്ന അവസ്ഥ വരും. പിന്നെ നമ്മൾ തിരിച്ചറിയുന്ന മറ്റൊരു ഘടകം എന്താണെന്ന് പറഞ്ഞാൽ, പാർട്ടിക്കകത്ത് പാർട്ടി മെമ്പർമാർ ആരാണ് ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത്? ചർച്ച ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താ പറഞ്ഞാൽ, പാർട്ടിക്ക് എന്തില്ല? പാർട്ടിക്ക് ഒരു പൊളിറ്റിക്കൽ ലൈൻ ഇല്ല. പാർട്ടിക്ക് അതുകൊണ്ട് തന്നെ എന്തില്ല എന്ന് പറഞ്ഞാൽ, പാർട്ടിക്ക് ഒരു ഐഡിയോളജിക്കൽ സ്റ്റാൻഡുമില്ല. പൊളിറ്റിക്കൽ ലൈനും ഐഡിയോളജിക്കൽ സ്റ്റാൻഡും ഇല്ലാതിരിക്കുന്ന ഒരു പാർട്ടി എന്താണ് പാർട്ടി? അതൊരാളുടെ പോക്കറ്റ് പാർട്ടി മാത്രമായിട്ട് മാറും. വെറും ഒരു പോക്കറ്റ് പാർട്ടിയാണ്. ഈ പോക്കറ്റ് പാർട്ടി വെച്ചിട്ടാണ് ഇപ്പോൾ വാസ്തവത്തിൽ എന്ത് ചെയ്യുന്നത്? ഈ കേരള ഘടകത്തിന്റെ CPIM എന്ന് പറഞ്ഞൊരു പാർട്ടി ഇപ്പോൾ ചലിക്കുന്നത്. അങ്ങനെ ചലിക്കുമ്പോഴാണ് ഈ സുധാകരൻ എന്ന് പറയുന്ന ഒരു സഖാവ് CPM-നെതിരെ വലിയ തോതിലുണ്ടായിരിക്കുന്ന കലാപം ചെയ്ത് പുറത്തു വരികയും ആ പുറത്തു വന്നിട്ട് അദ്ദേഹം സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്യുമ്പോൾ പാർട്ടി കേഡർമാരുടെ വോട്ടുകൾ ഒരെണ്ണം പോലും പോകരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആ പ്രദേശത്തിലെ മുഴുവൻ പാർട്ടി മെമ്പർമാരുടെ വോട്ടും ചോരുമെന്ന് തന്നെയാണ്. മാത്രമല്ല, ഈ സുധാകരൻ സഖാവ് ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ടിരിക്കുന്ന ആരോപണമുണ്ട്.
ഈ അവിടെ ഉണ്ടായിരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ പലരും എന്താണ്, മിക്കവാറും ആളുകൾ എന്താണ്, അതിൽ പ്രത്യേകിച്ച് ഇപ്പോഴും മന്ത്രിയായി തുടരുന്നയാളുണ്ടല്ലോ, ആ മന്ത്രിയായിരിക്കുന്ന ആൾ എന്താണ് വാസ്തവത്തിൽ അയാൾ ഭൂമാഫിയയുടെ തലവനാണ് എന്ന് പറയുന്ന ഒരു ആരോപണം ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന്റെ ഒരു വലിയൊരാളാണെന്ന് പറഞ്ഞ മറ്റൊരു ആരോപണവും വന്നു. അതോടൊപ്പം തന്നെ പൂഴിക്കച്ചവടത്തിന്റെ അതും ഇങ്ങനെ ഒട്ടനവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള ആളുകൾക്ക് ഒരിക്കൽ പോലും പാടില്ലാതിരിക്കുന്ന ദുർവൃത്തികൾ ചെയ്യുന്നവരുടെ മഹാരഥന്മാരായിട്ട് ഇവർ മാറുകയാണ്. ഇതിനെല്ലാം തന്നെ സംരക്ഷണം കൊടുക്കുന്നവൻ ആര് എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന ചോദ്യം. നിങ്ങൾ നോക്കിക്കോ, ഞാനിത് വെറുതെ പറയുന്നില്ല. കേരളത്തിലെ ഈ CPIMന്റെ മുൻ പാർട്ടി സെക്രട്ടറി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, ഇയാളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഓരോ ആളെയും നിങ്ങൾ എടുത്തു നോക്കിക്കോ. ഇവരെല്ലാവരും തന്നെ എന്താണ്, ജനകീയ പങ്കാളിത്തത്തോടെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഒരു എന്താ പറയുക വ്യക്തിത്വം സ്ഥാപിച്ചിരിക്കുന്ന ആളുകളെയല്ല, മറിച്ച് ഈ തരത്തിലുണ്ടായിരിക്കുന്ന ജനവിരുദ്ധമായ പ്രവൃത്തികൾ, പ്രകൃതി നശീകരണത്തിലുണ്ടായിരിക്കുന്ന വിഷയങ്ങൾ, ഇതുപോലുള്ള എല്ലാ വിഷയത്തിനകത്തും വലിയ തോതിൽ ആളുകളാൽ വെറുക്കപ്പെടുകയോ ഭയക്കപ്പെടുകയോ ചെയ്യുന്ന ആളുകളാണ് ഇയാൾ ചുറ്റും നിൽക്കുന്ന മുഴുവൻ ആളുകളും. അപ്പൊ അത് വരുമ്പോൾ അയാൾക്ക് ഒരിക്കലും നല്ല ഭാഷ ഉപയോഗിച്ചൊരു കാര്യം സംസാരിക്കാൻ കഴിയില്ല. ഈ ഭാഷ, ഇയാൾ ഏറ്റവും അറിവഷളനായിരിക്കുന്ന ഭാഷ അയാൾ പ്രയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അത് ഭീഷണിയുടെ ഭാഷയാണ്. അതെന്തല്ല സംസ്കൃതനായിരിക്കുന്ന ആളുടെ ഭാഷയല്ല. അത് എപ്പോഴും ഒരു തറഗുണ്ടയുടെ അല്ലെങ്കിൽ എന്താ പറയുക നിലവാരമില്ലാത്ത ഒരാളുടെ സംസ്കാരം എന്ന് പറഞ്ഞാലും അടുത്തൂടെ പോലും പോകാതിരിക്കുന്ന ആളുകളുടെ തറവേല മാത്രമായിട്ട്, പ്രഖ്യാപനങ്ങൾ മാത്രമായിട്ടും അല്ലെങ്കിൽ പ്രസംഗങ്ങളായിട്ട് അവർ മാറുകയും ചെയ്യും. ഇതാണ് വാസ്തവത്തിൽ പാർട്ടി ചെയ്യുന്നത് ഏറ്റവും ഗുരുതരമായിരിക്കുന്ന പ്രതിസന്ധി. ഈ പ്രതിസന്ധി ആര് മറികടക്കാനാണ്? എങ്ങനെ മറികടക്കുന്നതാണ് ഗോവിന്ദൻ പറയുന്നത്? ഒരു കാരണവശാലും മറികടക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന 3 സ്ഥലങ്ങളിൽ, അതായത് അമ്പലപ്പുഴ, പയ്യന്നൂർ, തളിപ്പറമ്പ്, ഈ 3 മേഖലയിൽ ഉണ്ടായിരിക്കുന്ന CPIMനകത്തുണ്ടായിരിക്കുന്ന വലിയ സ്ഫോടനങ്ങൾ, ഈ സ്ഫോടനങ്ങളുടെ തുടർ ചലനങ്ങൾ ഓൾ കേരള അടിസ്ഥാനത്തിൽ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. അതിനെ തടയുക അല്ലെങ്കിൽ അതിനെ ചെറുക്കുക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ ഇപ്പോഴത്തെ ലീഡർഷിപ്പ് അസാധ്യമായി തീരും. ഇതിനകത്ത് ജീസുവാൻ സഖാവ് പറഞ്ഞിരിക്കുന്ന കാര്യം, MA ബേബിയെ പ്രാക്കുളത്ത് നിന്ന് SFIക്കകത്ത് കൊണ്ടുവന്നത് ആര് എന്നൊരു ചോദ്യമുണ്ട്. ജീസുവാൻ ഒരിക്കലും അത്തരത്തിലുള്ള വിഷയങ്ങൾ മുമ്പ് പറയാത്തതാണ്. ഒരു കാരണവശാലും അങ്ങനെയാണെന്ന് അദ്ദേഹം പറയാറില്ല. പക്ഷേ ഉള്ളിൽ തട്ടിയിരിക്കുന്ന ധർമ്മരോഷമാണ് വാസ്തവത്തിൽ. ധർമ്മരോഷത്തോടെയാണ് ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയെ പാർട്ടിയിൽ കൊണ്ടുവന്ന ഞാനാടോ എന്ന് ആരോട് പറയും? ഈ പീറപ്പിള്ളറോട് പറഞ്ഞു കൊടുക്കുക. ഈ പീറപ്പിള്ളർ അറിയണം. ഇതറിയാതെ ഇതൊന്നും അല്ല ചരിത്രം. ഈ ചരിത്രം മുഴുവൻ തന്നെ ഈ വഷളനായിരിക്കുന്ന മുഖ്യമന്ത്രിയും ഈ വഷളനായിരിക്കുന്ന പാർട്ടി സെക്രട്ടറിയും ചേർന്നുണ്ടാക്കിയിരിക്കുന്ന 10 വർഷക്കാലത്തെ ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ ചരിത്രം എന്ന് പഠിപ്പിക്കുന്ന വഷളന്മാരായി തീർന്നതിന്റെ ഭാഗമായി അതിനെ ചെറുക്കുന്നതിന് ഒരു മുന്നോടിയായാണ് ഈ സഖാ ജീസുവാൻ ഈ ഒരൊറ്റ കാര്യം ഒരു കാര്യം, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കാര്യം പറയാണ്, CPIMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബിയെ പ്രാക്കുളത്ത് നിന്ന് സ്കൂൾ പഠിക്കുന്ന സമയത്ത് കൂട്ടിക്കൊണ്ടുപോകുന്നത് ഞാനാണ്. മാത്രമോ, ഞാനെന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇത് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരാളുടെ എന്താ പറയുക അയാളുടെ ആഹ്ലാദമല്ല അത് പറയിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന ധർമ്മസങ്കടം എന്ന് അത് അത്തരം ഒരു മാനസികാവസ്ഥ അനുഭവിച്ചവന് മാത്രമേ മനസ്സിലാവുള്ളൂ. എല്ലാത്തവരും അത് മനസ്സിലാവില്ല, ഒരിക്കലും അത് മനസ്സിലാവില്ല. ഇത് മനസ്സിലാവാതിരിക്കുന്ന ആളുകളാണ് വാസ്തവത്തിലായിരുന്നത് ഈ സജി ചൊറിയാനെ പോലുണ്ടായിരിക്കുന്ന ആളുകൾ. ഈ അതായം പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതാണ്. ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ ആളെയും നിങ്ങൾ എടുത്തു നോക്കിക്കോ. ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകളെ മുഴുവൻ കറപ്റ്റാക്കിയില്ലേ? ചെറുപ്പക്കാരെ മന്ത്രിസഭയിൽ കയറ്റിയിട്ട് ചെറുപ്പക്കാരെ മുഴുവൻ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുന്ന എന്തിനാൽ സാധാരണ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ് ആണെങ്കിൽ അത് സ്വാഗതാർഹമാണ്. പല അർത്ഥത്തിലും സ്വാഗതാർഹമാണ്, പല അർത്ഥത്തിലും എതിർക്കപ്പെടേണ്ടതാണ്. പക്ഷെ അതല്ല, ഈ ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകളെ കുറിച്ച് അവരെ മുഴുവൻ തന്നെ എങ്ങനെ മോഷ്ടിക്കണം, ശാസ്ത്രീയമായി മോഷ്ടിക്കണം, എന്നിട്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ എങ്ങനെ കളവ് പറയണമെന്നാണ് പഠിപ്പിച്ചു കൊടുത്തത്. എങ്ങനെ കളവ് പറയണം എന്നുള്ളതാണ്. ആ കളവ് പറഞ്ഞ് പഠിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ PWD സാധനം ഇതുപോലെ അഴിമതി നടന്നിരിക്കുന്ന ഒരു കാലയളവ് ഈ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവും. ഒന്നുമില്ല. ഈ CPIയുടെ വകുപ്പാണ് മാറ്റി നിർത്ത്. അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി മുഴുവൻ വകുപ്പുകളും നടന്നത് കറപ്ഷനാണ് നടന്നത്. അപ്പൊ ഇതിങ്ങനെ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരാളതിന് മൗനാനുവാദം കൊടുക്കുന്നു പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആവാവുന്നത് മുഴുവൻ തന്നെ എടുക്കുക, കൊണ്ടുപോകാന്നല്ല. മാത്രമല്ല, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടിയിരിക്കുന്ന മൂല്യസങ്കല്പങ്ങൾ, ധാർമ്മിക ബോധങ്ങൾ ഇത് മുഴുവൻ തന്നെ അട്ടിമറിക്കുകയും കശക്കി എറിഞ്ഞു കളയുകയും ചെയ്യാന്നുള്ളതാണ്. ഇത് എറിഞ്ഞു കളഞ്ഞാൽ പിന്നെ എന്തായി തീർന്നു എന്നറിയോ? നിങ്ങളെ ഒരാൾക്കും തന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഇത് നിയന്ത്രിക്കാൻ കഴിയാതെ ഒരാൾക്ക് മാത്രമായി നിയന്ത്രിക്കാൻ കഴിയും. അയാളാണ് ഗ്യാങ്സ്റ്ററായി മാറുന്നത്.
അതുകൊണ്ടാണ് ഞാൻ ഏതാണ്ട് 10 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞത് ഈ മുഖ്യമന്ത്രി ഈ അന്നത്തെ പാർട്ടി സെക്രട്ടറിയാണ്, ഇയാൾ വെറും ഒരു ഗാങ്സ്റ്റർ ആണെന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. ഞാൻ എൻ്റെ വീട്ടിനകത്ത് വെച്ച് കിടക്കുന്ന ഒരു ഇന്റർവ്യൂവിനകത്താണ് ഞാൻ പറഞ്ഞത് ഇയാൾ ഗാങ്സ്റ്റർ ആണ്, നത്തിങ് മോർ. ഒന്നുമല്ല ഇയാൾ, ഒരു വണ്ണാങ്കട്ടിയല്ല ഇയാൾ. ഇതല്ല എന്ന് ഓരോ ഡേ ബൈ ഡേ സ്ഥിരീകരിക്കുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോ ആളുകളെയും ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും. എന്തുകൊണ്ടാണ് ഈ പാർട്ടി ഇങ്ങനെ ആയിപ്പോകുന്നത്? അത്തരത്തിലുണ്ടാകുന്ന ഒരു പ്രയാസവും ഇദ്ദേഹത്തെ അലട്ടുന്നില്ല. അതിനോടാണ് അദ്ദേഹം പറഞ്ഞത് കുലംകുത്തി എന്ന് വിജയൻ പറഞ്ഞാൽ അത് പറഞ്ഞത് തന്നെ, വിജയൻ പറഞ്ഞത് തന്നെ. ഈ ഒരു ഭീഷണിയുടെ പ്രയോഗം വരുമ്പോൾ ആ ഭീഷണി എന്താണെന്നറിയോ? മുൻപിലിരിക്കുന്ന എട്ടും പൊട്ടും തിരിയാത്തവരല്ല, ഇതെല്ലാം അറിയാവുന്ന ഭൂലോക വിഡ്ഢികളായിരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. ഈ ചെറുപ്പക്കാർ അപ്രോച്ച് ചെയ്യുന്നു. ഇയാൾ എന്താകുന്നു? ഇയാൾ അന്നേരം ഉന്മാദം കൊണ്ട് പറ്റെന്തോ ലോകത്തിലേക്ക് ഇയാൾ എത്തപ്പെടുകയാണ് ചെയ്തത്. ഓരോ സംഭവം പറയുമ്പോഴും ഇയാൾ ഇത് മാത്രമാണ് ചെയ്തത്. ഇതിന്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആത്മാവ് എന്തോണം, ആ ആത്മാവ് നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഇത് നശിപ്പിച്ചു കളഞ്ഞതിന്റെ ഭാഗമായിട്ട് ഒരൊറ്റൊരു കാര്യം കൂടി പറയാം. നശിപ്പിച്ചുകൊണ്ട കാര്യമാണ് സഖാ സുന്ദരയ്യ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ, സഖാ VMS ശങ്കരൻ നമ്പൂതിരിപ്പാട് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ, ബസോപ്പനയ്യ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ, AKG ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ, ഈ ജ്യോതി ബാസു ജീവിച്ചിരിപ്പ, നിർവൻ ചക്രവർത്തി ഇങ്ങനെയുള്ളവരെല്ലാം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇയാൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പോളിപൂർവ്വം കൊണ്ട് എടുപ്പിക്കാൻ സാധ്യമാകുമോ? ഞാൻ ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യമാണിത്. ചോദ്യമാകുമോ? ഈ ഡീല് എന്ന് ഇയാളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം 6 ഉറുപ്പിക്ക് വിലയില്ലാത്തൊരു സാധനം ഇയാൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇവിടെ ഇയാൾ തിരിച്ചറിയുന്ന സാധനമുണ്ട്. എന്തുകൊണ്ടാണ് CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സുന്ദരയ്യ പാർട്ടി സെക്രട്ടറി സ്ഥാനം പദവി രാജിവെച്ചിട്ട് ആന്ധ്രയിൽ പോയി സെക്രട്ടേറിയറ്റ് മെമ്പർ മാത്രമായിട്ട് അവിടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ആഫീസിൽ ചടഞ്ഞുകൂടിയിരുന്നത് എന്ന് വിജയൻ ചരിത്രം എന്താണെന്ന് പഠിക്കണം. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഈ വിജയൻ പിന്നീട് ആവർത്തിച്ച സംഭവമുണ്ട്. ഞങ്ങൾ ചില ഘട്ടങ്ങളിൽ ഇവരുമായി ചില ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുക, ഒരു ഭാഗത്ത് പറയുക. എന്നിട്ട് പറയുക ഈ ഡീൽ മുഴുവൻ ഉണ്ടാക്കിയത് ആരാണ്? അത് BD സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ്. ഈ മനുഷ്യന്റെ നാവ് ചെരുപ്പാണോ? എന്നിട്ട് ഇത് ഏറ്റുപറയാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സാമൂഹ്യ ബോധവും ഇല്ലാത്ത സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കുന്ന കുറെ സൈബർ പോരാളികൾ എന്ന് പറയുന്നത് ഉറുപ്പ വിലയില്ലാത്ത കക്ഷികൾ ഇങ്ങനെ ഇറങ്ങി കളം നിറഞ്ഞാടുകയാണ്. ഈ കളം നിറഞ്ഞാടുമ്പോൾ ഇവരുടെ ആലോചിക്കുകയും അറിയേണ്ടതുമായിരിക്കുന്ന ഒരു വസ്തുത, നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്, നിങ്ങളെ കൊണ്ട് ചെയ്യുന്ന ഈ പാർട്ടിയുടെ ആത്മാവിനെ കുത്തിക്കീറുകയാണ് അയാൾ ചെയ്യുന്നത്. മാത്രമോ നാളെ വരാനിരിക്കുന്ന ഒരു ഒരൊറ്റയാളെ പോലും ഈ പാർട്ടിയുടെ ഭാഗമാവാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയത്തിന് അയാൾ എന്ത് ചെയ്യാണ്? അയാൾ അതിന്റെ പതാകവാഹകനാകുകയും ചെയ്യുവാണ്. നിങ്ങൾ അറിയാതെ അതിന്റെ പാർട്ടൻ പാർസലായി മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആ പാർട്ടിക്കകത്ത് ഉയിരും ഉശിരും ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള കലാപം ചെയ്ത് പുറത്തു വന്നിരിക്കുന്ന ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും പാർട്ടി മെമ്പർഷിപ്പിലുള്ള മുഴുവൻ ഗവർണർമാരും എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കലാപം ചെയ്ത് പുറത്തു വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ അവർക്ക് വോട്ട് ചെയ്തുകൊണ്ട് ഈ പാർട്ടിക്ക് എന്താണ് പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യം എന്താണ് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള രാഷ്ട്രീയവും ചരിത്രപരവുമായിരിക്കുന്ന രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുക്കുകയാണ് ഇവർ ചെയ്യേണ്ടത് എന്നാണ് മിസ്റ്റർ അയ്യപ്പദാസന്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം. ചേട്ടാ, തുടർന്നും ഞാൻ വിളിക്കുന്നതാണ്. നമുക്ക് വിഷയം ഇപ്പൊ ഇലക്ഷൻ വരെയും ഇപ്പൊ തിരഞ്ഞെടുപ്പ് വരെയും ഇനി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിരവധി ഉണ്ടാകും. CPM-ന് നേരിടുന്ന അപജയം ഈ പറയുന്ന പോലെ ഇന്ന് വരെ CPM-ന്റെ ചരിത്രത്തിൽ ഇങ്ങനെ വിമതർ മത്സരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോ കേഡറുകൾ വോട്ട് ചെയ്യരുത് എന്ന് പറയുമ്പോൾ വോട്ട് ചോർച്ചയെ ഭയപ്പെടുന്ന പാർട്ടി സെക്രട്ടറി. ചേട്ടാ, തുടർന്നും വിളിക്കാം. വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി. താങ്ക് യു.